കുതിര കുതിര ഈ പഹൽഗാമിലേക്കുള്ള റോഡ് ട്രിപ്പ് നല്ല ഭംഗിയാണ് കേട്ടോ. രണ്ട് സൈഡും കാണാൻ വിശാലമായ റോഡും രണ്ട് സൈഡിൽ നല്ല കാഴ്ചകളും ഗ്രാമഭംഗി. അപ്പോൾ NH44 കൂടെയാണ് നമ്മൾ ഇതുവരെയും പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി പഹൽഗാമിലേക്കുള്ള ഡൈവേർഷനൊക്കെ നമ്മൾ എടുക്കുകയാണ്. പുകയാണ്. അവിടെ നിന്ന് വരൂലേ ട്രെയിന്? മറ്റേ എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഇല്ല ഗായ്സ്, നമ്മൾ പഹൽഗാമിലേക്ക് പോകുന്ന വഴി എന്താണ്, ഈ സൺസെറ്റ് കണ്ടിട്ട് നിർത്താതിരിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി ഇതൊന്ന് ആസ്വദിക്കാനായിട്ടൊന്ന് ഇറങ്ങി. ഹലോ. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് വരുന്ന വഴി വളരെ മനോഹരമാണ് കേട്ടോ. കാരണം ആദ്യം ഒരു 10-20 കിലോമീറ്ററോളം വലിയ ഹൈവേ ആണ് NH44 കൂടെ നമ്മൾ പോകുന്നത്. അതിൻ്റെ രണ്ട് സൈഡും എന്താണ് ഭയങ്കര പച്ചപ്പാണ്. ഈ പറയുന്ന പാഡി ഫീൽഡും കാര്യങ്ങളൊക്കെ നല്ല രസമാണത് കാണാൻ. ചെമ്മരിയാടുകൾ, പശുക്കൾ, നല്ല ഗ്രീനറിയാണ്. നമ്മൾ ഈ ജർമ്മനി, യൂറോപ്പ് ഇതൊക്കെ ആ ഒരു എഫക്റ്റ് നമുക്കിവിടെ കിട്ടും കേട്ടോ. ആക്ച്വലി നമ്മൾ ഇന്ത്യക്കാർ പലതും കാണാനായിട്ട് പുറത്തൊക്കെ പോകും. പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ തന്നെ ഉള്ള ഹലോ വ്ളോഗർ കേരള 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 Subscribe my brother. Subscribe. Okay. How many subscribers do you have? 2.3K. Rise up. Rise up. I should. Where are from? Beautiful. From here. Here only. No, local. Okay. Is Kashmir beautiful? Yeah, very beautiful. Very good. Bye. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് റിവർ സൈഡാണ്. കാരണം അത് വേറൊരു പ്രതീതിയാണ്. ഭയങ്കര മനോഹരമാണ്. കാരണം റോഡിൽ കൂടെ പോകുന്നു, സൈഡിൽ വെള്ളം ഒഴുകുന്നു, പിന്നെ അതിന് മുകളിലായിട്ട് പർവ്വതം, ഹിമാലയ പർവ്വതം കാണുന്നു. വേറൊരു അനുഭവം തന്നെയാണ് കേട്ടോ അത്. പഹൽഗാം എത്തി കേട്ടോ. 9 മണി ആയിട്ടുണ്ട്. എന്താണ് നല്ല യാത്രയുണ്ട് കേട്ടോ പഹൽഗാം. പക്ഷെ നമ്മൾ ടയേർഡായില്ല. കാരണം നമ്മൾ വരുന്ന വഴിയൊക്കെ നിർത്തി പതുക്കെയാണ് വന്നത്. നാളെയാണ് നമ്മൾ പഹൽഗാം കാണാൻ പോകുന്നത് ശരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒന്ന് അടിച്ച് പൊളിക്കണം പഹൽഗാം. ഞാൻ പഹൽഗാം മുമ്പേ വന്നിട്ടുണ്ട്. എന്താണ് നല്ല രസമാണ് പഹൽഗാം. വാലീസൊക്കെ ഉണ്ട്. ചിലപ്പോൾ നാളെ കാണാം, പൊളിക്കാം. ഓക്കെ, ബൈ.